നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലേ, എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പഠിക്കാൻ പോകുന്ന ഡെറിവേറ്റീവ്സ് ആണ്. നമ്മൾ ലിമിറ്റ്സ് കഴിഞ്ഞു, ഫസ്റ്റ് പ്രിൻസിപ്പിൾ കഴിഞ്ഞല്ലേ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡെറിവേറ്റീവ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ അത്യാവശ്യം ഓൾമോസ്റ്റ് തീർത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് f' കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ഡെറിവേറ്റീവ്സ്, ഡയറക്റ്റ് നമ്മൾ ഡെറിവേറ്റീവ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തി എങ്ങനെയായിരുന്നു, ലിമിറ്റ്സ് വെച്ചിട്ട് എങ്ങനെ ഡെറിവേറ്റീവ്സ് ചെയ്യാം, ചെയ്തിട്ട് ഉത്തരം കിട്ടുമ്പം അതിന് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് അല്ലേ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഡെറിവേറ്റീവ്സ് എഴുതാൻ പറഞ്ഞിട്ട് അത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചു. ആ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പഠിച്ചു. h⁻0 എന്നൊക്കെ പറഞ്ഞിട്ട് വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഡെറിവേറ്റീവ്സ്. നമ്മൾ കുറച്ച് ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഡെറിവേറ്റീവ്സ് കുറച്ച് ഫങ്ഷൻസിൻ്റെ കണ്ടുപിടിച്ചു. sin x, cos x, tan x അങ്ങനെ കുറച്ച് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതെന്തൊക്കെയായിരുന്നു? d/dx ഓഫ്, അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ d/dx ഓഫ് എന്നാണ് എഴുതുന്നതെന്ന് അല്ലേ. sin x എന്ന് പറയുന്നത് cos x ആണെന്ന് പറഞ്ഞു. അതുപോലെ d/dx ഓഫ് cos x എന്ന് പറയുന്നത് -sin x ആണെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? d/dx ഓഫ് tan x എന്താന്ന് പറഞ്ഞു അല്ലേ. tan x എന്ന് പറയുന്നത് sec²x ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ റൂൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു d/dx ഓഫ് x² ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. x² എന്ന് പറയുന്നത് 2x ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ? പിന്നെ അതുപോലെ കണ്ടുപിടിച്ചത് ഡെറിവേറ്റീവ് ഓഫ് e⁻x ആണ് അല്ലേ. d/dx ഓഫ് e⁻x, ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് e⁻x തന്നെ ആയിരിക്കുമായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേ ഇക്വേഷൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോണത്, ഡെറിവേറ്റീവ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ആണ് അല്ലേ. sin x, cos x, tan x എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്തായിരിക്കും? നമുക്കിനി പഠിക്കാൻ പ്രോഡക്റ്റ് റൂള്, ക്വസ്റ്റ്യൻ റൂള്, അങ്ങനെ കുറച്ച് റൂൾസ് ഒക്കെ കിടപ്പുണ്ട്. അപ്പം അത് ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് ഫംഗ്ഷൻസിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്യുക. ഇപ്പം ഈ തന്ന പോലെ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻസ് ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ തരുന്നത് sin x × cos x എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് പുതിയ പുതിയ റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി നമുക്ക് പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ് നമുക്ക് തരുന്നതെങ്കിൽ, ഇപ്പം d/dx ഓഫ് a അല്ലെങ്കിൽ d/dx ഓഫ് 1, 0 ഏതെങ്കിലുമൊക്കെ വാല്യൂസ് നമ്പേഴ്സാണ് വരുന്നതെങ്കിൽ, ഏതൊരു നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? 0 ആയിരിക്കും വരുന്നത്. ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, നമ്മൾ എടുക്കുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, അതിപ്പോൾ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6 എത്ര ആയിക്കോട്ടെ, ഏതൊരു നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും, ആ നമ്പർ എല്ലാം 0 ആയിട്ടായിരിക്കും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വരുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ എടുക്കുന്ന a, b, c അങ്ങനെ ഏതെങ്കിലും ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ എന്തായിട്ട് പോകുന്നുണ്ട്, അതും 0 ആയിട്ട് പോകും. അതിലെന്താണ് വേരിയബിൾ? നമ്മൾ പഠിക്കുന്നുണ്ട്, ലിമിറ്റ്സ് പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നൊരു കാര്യമാണ് എന്ത്, വേരിയബിൾസ് അല്ലേ. നമുക്കിവിടെ കുറച്ച് വേരിയബിൾസ് ഉണ്ടാകും. ആ വേരിയബിൾസിന് മാത്രമായിരിക്കും എന്ത് വരിക, ചേഞ്ചസ് ഉണ്ടാകുന്നത് അല്ലേ. ചേഞ്ച് ഇൻ y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ചേഞ്ച് ഇൻ y വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം നമ്മുടെ എക്സ് എവിടെയാണ് ചേഞ്ച് ചെയ്യപ്പെടുന്നത്, അതാണ് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്, ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ a എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആവാം, അല്ലെങ്കിൽ 1, 2 ഏതൊരു സംഖ്യ ആയിരുന്നാലും എന്തായിരിക്കും ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ വരുന്നത് 0 ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത പറയാൻ പോകുന്നത് d/dx ഓഫ് എക്സ്. നമുക്കൊരു വേരിയബിൾ തന്നു, ഡെറിവേറ്റീവ് ഓഫ് ഒരു വേരിയബിൾ. ഇവിടെ പറഞ്ഞ എന്തായിരുന്നു, ഒരു കോൺസ്റ്റൻ്റ് ആണ് വരുന്നതെങ്കിലാണ് അല്ലേ. ഒരു കോൺസ്റ്റൻ്റ് ആണ് വരുന്നെങ്കിലാണ് എന്തായി പോവുക, 0 ആയി പോകുന്നത്. പക്ഷെ നമ്മൾ എടുക്കുന്നത് ഒരു വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ അല്ലേ, ഒരു വേരിയബിൾ ആണ് നമുക്ക് എടുക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും വാല്യൂ വരുന്നതെന്നാണ് പറയുന്നത്. d/dx ഓഫ് എക്സ്. ഇപ്പം നമ്മൾ എടുക്കുന്നത്, നമ്മൾ പൊതുവിൽ പറഞ്ഞു പോകുന്നത് എക്സിൻ്റെയും വൈയുടെയും ടേംസിലാണ് അല്ലേ. f(x) എന്ന് വെച്ച് കഴിഞ്ഞാൽ y ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. പക്ഷേങ്കിൽ നമുക്കത് എന്തായിട്ട് വരാം, ചിലപ്പോൾ നമുക്ക് d/dt എന്നൊക്കെ ആവാം. നമ്മൾ പറയാറുണ്ട് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ. അപ്പോൾ അത് എന്തായിട്ട് വരും, d/dt എന്നൊക്കെയുള്ള ഫോമിലേക്ക് ആവാറുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്ന, dv/dt. കാരണം വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ് നമ്മൾ അവിടെ പഠിക്കുക അല്ലേ. അപ്പോൾ അതെന്ത് വരും, വെലോസിറ്റിയുടെ വിയും ടി എന്ന് പറയുന്ന ടൈമിനനുസരിച്ച് വെലോസിറ്റി വേരി ചെയ്യുന്നു എന്നുള്ളതായിരിക്കും പഠിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് വരുന്നത്, നമുക്ക് എക്സിൻ്റെ ടേംസും വൈയുടെ ടേംസും. ഇവിടെ നമ്മുടെ വൈ എന്താണ്, എക്സ് ആണ് അല്ലേ. f(x) എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രം.
അങ്ങനെ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആണ് വരുന്നത്. ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ത് വരും? 0 ആയി പോകുന്നു. ഇനി നമ്മൾ എടുക്കുന്ന ഒരു വേരിയബിൾ എക്സ് എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? 1 എന്നായിരിക്കും വരുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് d/dx ഓഫ് എക്സ് റേസ് ടു n. നമ്മൾ എടുക്കുന്ന ടേം ഇപ്പം ഈ എക്സിൻ്റെ പവേഴ്സ് ഒക്കെ വരാറുണ്ടല്ലേ, എക്സ് റേസ് ടു 1, ഇതിപ്പോൾ എക്സ് റേസ് ടു 1 ആണ് നമ്മളെടുത്തത്. ഇനി അടുത്ത പഠിക്കുമ്പോൾ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് റേസ് ടു 4 അങ്ങനെ പവേഴ്സ് വരാറുണ്ട്. അങ്ങനെ പവർ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 എന്നുള്ളത്. എന്താണോ നമ്മുടെ എക്സ് റേസ് ടു n എന്ന് പറയുന്നതിലെ n പവർ അല്ലേ, ആ പവറാണ്. അതേ ഇൻറ്റു ഇവിടെ നമുക്ക് വരുന്ന എന്താ, എ അല്ല വരുന്നത്, n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. സോറി, അതിൽ നമ്മൾ എഴുതിയതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നാണ്. നമ്മൾ ലിമിറ്റ്സ് പഠിച്ചപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n, അതിൽ മാറിപ്പോയതാണ്, സോറി. ഇവിടെ നമ്മൾ എന്താണ്, n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണ് ഡെറിവേറ്റീവ്സ് പഠിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ d/dx ഓഫ് എക്സ് റേസ് ടു n എന്ന് വെച്ചാൽ എന്ത് വരണം? n എന്ന് പറയുന്നത് ഈ വരുന്ന പവർ എന്താണ്, ആ പവർ ഇൻറ്റു ഇവിടെ വരുന്ന എന്തായിരിക്കും, എക്സ് തന്നെ ആയിരിക്കും നമ്മുടെ വേരിയബിൾ. ആ വേരിയബിൾ റേസ് ടു നമുക്കെടുത്ത പവർ മൈനസ് 1 ആയിരിക്കും എന്തെന്ന് പറയണത്, n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് d/dx ഓഫ് എക്സ് റേസ് ടു 5 എടുക്കാം അല്ലേ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 5 എടുക്കാം. എക്സ് റേസ് ടു 5 എടുക്കുമ്പോൾ എന്താകും, ഇവിടെ നമ്മുടെ റേസ് ടു പവർ n എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, n പകരം 5 കൊടുക്കാം ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. n എന്ന് പറയുന്നത് എത്ര, 5 ആണ്. 5 മൈനസ് 1, അപ്പോൾ ആൻസർ എന്ത് വന്നു, 5 എക്സ് റേസ് ടു 4 എന്നാണ് വന്നിട്ടുള്ളത്. ഇതിങ്ങനെ ഇക്വേഷൻ എഴുതി നമ്മൾ ചെയ്ത് കുറേ പഠിക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതാതെ തന്നെ ചെയ്യാനുള്ള ഒരു ഫോമിലേക്ക് നിങ്ങൾ പഠിച്ചു വരും. അതെന്ത് ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് എഴുതിയാണ് പഠിക്കുന്നത്. അപ്പോൾ ആ എഴുതി പഠിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, നിങ്ങളിത് നന്നായിട്ട് എഴുതാനായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യും, നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന രീതിക്കാവും. ഇപ്പം നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ സ്റ്റെപ്പൊക്കെ എഴുതി എക്സ് റേസ് ടു 5 മൈനസ് 1 എന്നൊക്കെ. അടുത്ത സ്റ്റെപ്പ് ആകുമ്പോൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് നമ്മൾ ചിന്തിക്കും എക്സ് റേസ് ടു 5 ആണ്, അപ്പോൾ അതിൽ നിന്ന് ഒന്ന് കുറച്ച് റേസ് ടു പവറും വരും, ഈ പവർ തിരിച്ച് ഇപ്പുറത്ത് വിട്ടാൽ മതി. ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് 5 എക്സ് റേസ് ടു 4 എന്ന് എഴുതാൻ തുടങ്ങും. വേറെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് റേസ് ടു 10 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, 10 എക്സ് റേസ് ടു n മൈനസ് 1 എന്നുള്ളതിന് പകരം 10 മൈനസ് 1 9 ഡയറക്റ്റ് നിങ്ങൾ എഴുതി പോകും. അങ്ങനെ നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചെടുക്കണം. കാരണം എന്താണ്, ഈ ഒരു എക്സ് റേസ് ടു പവറൊക്കെ വരുന്നത് നമുക്കതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് പിന്നെ പഠിക്കാനുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇത് നേരത്തെ തന്നെ അവിടെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് വന്നു, d/dx ഓഫ് എക്സ് റേസ് ടു n എന്ന് പറയുന്നതിൻ്റെ വാല്യൂ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 എന്നാണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആൻസർ സിമ്പിളായിട്ട്, ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത്യാവശ്യം എളുപ്പമാണ് ചെയ്തെടുക്കാൻ. ഇതുപോലത്തെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം നമുക്ക്. ഒരു എക്സാമ്പിളാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എ എന്ന് തന്നു എന്നിരിക്കട്ടെ. ഇപ്പം നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അല്ലേ, നമുക്കൊരു കോൺസ്റ്റൻറ്റ് വരുമ്പോഴും ഒരു വേരിയബിൾ വരുമ്പോഴും ഉള്ള എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെ ചെയ്യും, എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ എന്ത് വരണം, dy/dx എന്ന് പറയുന്നത് അല്ലേ, ഇതെന്ത് തന്നെയാണ്, y തന്നെയാണ്. സോ dy/dx എന്ന് വെച്ചാൽ എന്തായിരിക്കും വരിക, d/dx ഓഫ് എക്സ് പ്ലസ് d/dx ഓഫ് എ എന്നായിരിക്കും വരിക അല്ലെ. എന്ത് ചെയ്യുക, ഇടയ്ക്ക് ആ പ്ലസ് വന്ന് എന്ത് ചെയ്തു, 2 ഇത് തന്നിട്ടുണ്ട്. സോ 2നെ എന്ത് ചെയ്യുക, നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ d/dx ഓഫ് എക്സും വന്നു, d/dx ഓഫ് എയും വന്നു. d/dx ഓഫ് എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ്, 1 ആണ്. d/dx ഓഫ് എ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും വരിക അല്ലേ, ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ് വരിക. സോ അത് എന്തായിട്ടായിരിക്കും പോവുക, 0 ആയിട്ടാണ് പോവുക. അപ്പോൾ ആൻസർ എന്ത് വന്നു, 1 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണോ? ഇതിൽ നമുക്ക് എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ വന്നിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം വന്നത് കോൺസ്റ്റന്റ് ആണ്. വേരിയബിളിൻ്റെ ആൻസർ എന്തായിട്ട് വന്നു, 1 ആയിട്ട് വന്നു. കാരണം എന്താ, വേരിയബിൾ എക്സ് എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിൾ മാത്രമായതുകൊണ്ട് അതിന് ആൻസർ 1 വന്നു. കോൺസ്റ്റന്റ് വന്നപ്പോഴത്തേക്കും കോൺസ്റ്റന്റിൻ്റെ ആൻസർ എന്ന് വന്നു, 0 വന്നിട്ടുണ്ട്. സോ നമുക്ക് ആൻസർ 1 എന്ന് തന്നെ കിട്ടി. ഇനി അടുത്തൊരെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 10 എക്സ് റേസ് ടു 4 പ്ലസ് 15 എക്സ് സ്ക്വയർ. ഇതിപ്പോൾ 2 ടേംസ് തന്നല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ dy/dx എങ്ങനെ കണ്ടുപിടിക്കുക, ഇതും ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നാൽ മതി, ഇതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് തരുന്ന ഫംഗ്ഷനിൽ നടുവിൽ പ്ലസ് ആണെങ്കിൽ അത് പ്ലസ് ചെയ്യുക, അതല്ല മൈനസാണ് വരുന്നതെങ്കിൽ ഇവിടെ എന്താകും, മൈനസ് ആകും. അത് മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. ഡയറക്റ്റ് എന്ത് ചെയ്യുക,
നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഏതൊരു ഫംഗ്ഷൻ ആയിരുന്നാലും ആ ഫംഗ്ഷൻ്റെ കോൺസ്റ്റൻറ്റിനെ നമുക്ക് പുറത്ത് നിർത്താം. എന്നിട്ട് d/dx ഓഫ് എക്സ് റേസ്ഡ് ടു 4. എന്തുകൊണ്ടാണ്? കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, 0 ആയി പോവുള്ളൂ. പക്ഷെ ഒരു ഫംഗ്ഷൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്തായി പോവില്ല, അത് നമുക്ക് 0 ആവില്ല. കാരണം വേരിയബിൾ ഉണ്ടല്ലോ, സോ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ വേരി ചെയ്യുന്നിടത്ത് അവിടെ അത് എന്താവുന്നില്ല, 0 ആയി പോകില്ല. എപ്പോൾ മാത്രമേ അത് 0 ആവുകയുള്ളൂ? അത് 0 ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമുക്ക് ഇതുപോലെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴാണ്, അല്ലേ? ഒരൊറ്റ കോൺസ്റ്റൻ്റ് മാത്രമായിട്ട് പോകുമ്പോഴാണ്. ഇവിടെ നമുക്ക് കൂടെയുള്ള ആളാണ്, സോ അവൻ ആ കൂടെ തന്നെ പോകുന്നുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അവനൊന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റി നിർത്തി പിന്നെ ആരുണ്ട്, ഈ ഒരു വേരിയബിൾ ഫംഗ്ഷനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. പ്ലസ് ഇവിടെയും സെയിം തന്നെ, നമ്മുടെ കോൺസ്റ്റൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവനെ കൂടെയാണുള്ളത്. സോ നമുക്ക് അവനെ അവിടെ കൂടെ തന്നെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇനി നമ്മൾ പറഞ്ഞ കേസ് എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞു നിർത്തി dy/dx ഓഫ് എക്സ് റേസ് ടു 4 നമ്മൾ ചെയ്ത് പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്താകും, നമുക്ക് ഈ എക്സ് റേസ് ടു 4 എന്നുള്ളത് 4x³ എന്ന് എഴുതാം. എങ്ങനെയാണ്? ഈ 4നെ എവിടെ വരും, n ഇൻറ്റു എക്സ് റേസ് ടു n-1 അല്ലേ, n ഇൻറ്റു എക്സ് റേസ് ടു n-1 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അല്ലേ. ഈ ഇക്വേഷനിൽ വരുമ്പോൾ എന്താകും, 4 ഇൻറ്റു എക്സ് റേസ് ടു 4-1 അതെന്താകും, 4x³ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താകും, 10 ഇൻറ്റു 4x³ പ്ലസ് 15 ഇൻറ്റു എക്സ് സ്ക്വയർ എന്താകും, 2 ഇൻറ്റു എക്സ് റേസ് ടു എന്ത് വരും, 1 വരും. അതായത് 2x തന്നെ അല്ലേ. എക്സ് റേസ് ടു 1 എന്ന് വെച്ചാൽ എന്താ, എക്സ് തന്നെയാണ്. സോ ഇവിടെ ആൻസർ എന്ത് വരും, 40x³ പ്ലസ് 30x എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നാൽ മതി, തരുന്ന ഫംഗ്ഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഏതാണോ വരുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക, അല്ലെങ്കിൽ മൈനസ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡെറിവേറ്റീവ് ഏതാണോ ചെയ്യേണ്ട ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ചെയ്ത ഏതായിരുന്നു, എക്സ് റേസ് ടു n ഫംഗ്ഷൻ ആണല്ലേ, ഇത് എക്സ് റേസ് ടു n ഫോമിലായിരുന്നു. അതിനെ നമ്മൾ n ഇൻറ്റു എക്സ് റേസ് ടു n-1 എന്നുള്ള ഫോമിൽ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ, y എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 പ്ലസ് 20x. അടുത്തൊരു പ്രോബ്ലം ആണ് ഇത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ, ഇവിടെ നമുക്ക് പ്ലസ് മാറ്റിയിട്ട് മൈനസ് ആക്കാം. മൈനസ് 20x, 10x റേസ് ടു 4 മൈനസ് 20x. ഇതെന്ത് ചെയ്യണം നമ്മൾ, ഇത് നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക, 10 d/dx ഓഫ് എക്സ് റേസ് ടു 4 അല്ലേ. നമ്മൾ ഇതെന്ത് ചെയ്തു, നമ്മുടെ കോൺസ്റ്റൻറ്റിനെ മാറ്റി എഴുതി, ബാക്കിയുള്ള വേരിയബിളിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എഴുതി. മൈനസ് സ്പ്ലിറ്റ് ചെയ്യുകയാണ്, സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്യുന്നു, മൈനസ് 20 അവിടെ നമ്മുടെ കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് മാറ്റി വെച്ചു. d/dx ഓഫ് വേരിയബിളായിട്ട് ആരുണ്ട്, എക്സ് ഉണ്ട്, എക്സിനെ എടുത്ത് എഴുതി. അപ്പോൾ ആൻസർ എന്ത് വരും, 10 ഇൻറ്റു എക്സ് റേസ് ടു 4 ഇപ്പം നമ്മൾ ചെയ്തതേ ഉള്ളൂ അല്ലേ, 4x³ മൈനസ് 20 ഇൻറ്റു എന്ത് വരും, d/dx ഓഫ് എക്സ് എന്താ വരുന്നത്, സെയിം തന്നെ dx/dx 1 സിമ്പിളായിട്ട് പറയാം അല്ലേ. അപ്പോൾ എന്തായി, 40x³ മൈനസ് 20. അപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാകും ഇവിടെ ഒരു 40 ഉണ്ട്, ഈ -20 അത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ നമുക്ക് വരുന്നത് ഇതൊരു വേരിയബിൾ കൂടെയും ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് മാത്രമാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, അത് അതുപോലെ എഴുതി നിർത്തുക. 40x³ മൈനസ് 20 എന്നുള്ളതായിരിക്കും അവിടെ വരുന്ന ഉത്തരം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും വരിക, നമ്മൾ f(x) എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് ഒരു ax പ്ലസ് b റേസ് ടു n എന്ന് തന്നിരിക്കട്ടെ. ax പ്ലസ് b റേസ് ടു n. ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കി, ഒരു വേരിയബിൾ ഫംഗ്ഷൻ ഉണ്ട്, ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്, ഒരു റേസ് ടു പവർ n ഉണ്ട് അല്ലേ. ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്, ഒരു വേരിയബിൾ ഫംഗ്ഷൻ ഉണ്ട്, റേസ് ടു പവർ n ഉണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും നമ്മൾ ചെയ്യുക, ax പ്ലസ് b റേസ് ടു n. നമുക്കറിയാം റേസ് ടു പവർ വരുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, എക്സ് റേസ് ടു n ഫോമിൽ കിടന്നാൽ അത് n ഇൻറ്റു എക്സ് റേസ് ടു n-1 ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് d/dx ഓഫ്
AX പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ ചെയ്യണം. ഇൻറ്റു അവിടെ തീർന്നില്ല. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ വേരിയബിളായിട്ട് കിടക്കുന്നത് ആരാണെന്ന് നോക്കുക. ഇവിടെ റേസ് ടു പവർ എൻ വന്നതുകൊണ്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പോകുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ തരുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ ഫോം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. dx ഓഫ് AX പ്ലസ് ബി. അതെന്തിനാണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ റേസ് ടു പവർ എൻ വന്നതിനാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. പക്ഷേ ഈ വേരിയബിളിനെ നമ്മളപ്പോൾ എന്തെങ്കിലും ചെയ്തോ? ആ AX പ്ലസ് ബി എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ എക്സ് അല്ലേ? എക്സ് റേസ് ടു എൻ എന്നല്ലേ? അപ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് ഇത്ര എക്സ് ആണെങ്കിൽ അതിനെ പിന്നെ നമ്മളപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ n ഇൻറ്റു AX പ്ലസ് ബി റേസ് ടു n-1 വരും അല്ലേ? പിന്നെ എന്ത് വരും? ഇവിടെ dx ഓഫ് AX പ്ലസ് ബി ചെയ്താൽ ബി കോൺസ്റ്റൻ്റ് ആണ്, അതെന്തായി പോകും? 0 ആയി പോകും. AXൻ്റെ കേസിൽ dx ഓഫ് എക്സ് എന്താണ്? 1 ആണ്. സോ ബാക്കി ആരുണ്ട്? a ഇൻറ്റു 1 ആയിരിക്കും വരിക. സോ അവിടെ ആൻസർ എന്ത് വരും? a എന്ന് കിട്ടും അല്ലേ? AX പ്ലസ് ബിക്ക് a എന്ന് കിട്ടും. അപ്പോൾ ആൻസർ വേണം നമുക്കൊന്ന് കുറച്ചുകൂടെ വൃത്തിയാക്കി എങ്ങനെ എഴുതാം? NA ഇൻറ്റു AX പ്ലസ് ബി റേസ് ടു n-1 എന്ന് എഴുതാൻ പറ്റും. ഇതായിരിക്കും അപ്പം നമുക്ക് വരുന്ന ആൻസർ. ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നതാണ്. ഇതുപോലെ റേസ് ടു പവർ n തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ റേസ് ടു പവർ എന്നിൻ്റെ മാത്രം ചെയ്താൽ പോരാ, പകരം എന്തുകൂടെ ചെയ്യണം? ആ dx ഓഫ് AX പ്ലസ് ബി ഏതാണോ ഫംഗ്ഷൻ ഉള്ളിൽ തരുന്നത് ആ ഫംഗ്ഷനെ കൂടെ നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് കണ്ട് അതിവിടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുക. ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുമ്പം ഫസ്റ്റ് നമ്മൾ ചെയ്ത ഫംഗ്ഷനെ ഉള്ളിൽ ഒന്നും കൂടെ അതിനുള്ളിലുള്ളത് എന്താണോ അതിനെ വീണ്ടും ഡെറിവേറ്റീവ് കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും കൂടെ വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, ഇത്രയും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ടിരുന്ന് ഇതൊക്കെ ചെയ്ത് നമ്മൾ പഠിച്ചെടുക്കണം അല്ലേ? സോ കുട്ടികളെല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക, പഠിച്ച് ഇത്രയും ചെയ്ത് സെറ്റാക്കി എടുക്കണം. y = AX ക്യൂബ് പ്ലസ് 5. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് റേസ് ടു 5. ഇവിടെ തന്നിരിക്കുന്നത് നോക്കി, അടുത്തൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നതാണ് അല്ലേ? AX³ പ്ലസ് 5 റേസ് ടു 5. ഇപ്പം നമ്മൾ ചെയ്തത് n വെച്ചിട്ട് റേസ് ടു പവർ n വന്നു, ഇവിടെ റേസ് ടു പവർ 5 വന്നു. അവിടെ AXന് പകരം ഇവിടെ എന്ത് വന്നു? AX³ വന്നു. ഇത് മാത്രമുള്ള മാറ്റം വരുന്നത്. പക്ഷെ കാണുമ്പോഴത്തേക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് dx ഓഫ് AX³ പ്ലസ് 5 റേസ് ടു 5 ചെയ്യുക. അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ റേസ് ടു പവർ ഉണ്ടെങ്കിൽ ആ റേസ് ടു പവർ വെച്ചിട്ട് ആ ഇക്വേഷൻ യൂസ് ചെയ്യുക. n ഇൻറ്റു എക്സ് റേസ് ടു n-1 എന്നാണ്. അപ്പോൾ എക്സ് റേസ് ടു എന്നിൻ്റെ ഇക്വേഷൻ വരുന്നത് അല്ലേ? എക്സ് റേസ് ടു n വരുന്നെങ്കിൽ എന്ത് വരും? n ഇൻറ്റു എക്സ് റേസ് ടു n-1 വരും അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? അത് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ആരെ കണ്ടുപിടിക്കണം? dx ഓഫ് ഉള്ളിൽ ആരാണോ ഉള്ളത് അതിനെ കണ്ടുപിടിക്കുക. AX³ പ്ലസ് 5 എന്നുള്ളതാണ് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ വരുന്നത് അല്ലേ? അത് കണ്ടുപിടിക്കുക. അത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? dx ഓഫ് AX³ പ്ലസ് 5. ഇനി ഇത് ചെയ്തു വരുമ്പോൾ എന്ത് വരും ആൻസർ? dx ഓഫ് AX³ പ്ലസ് 5 റേസ് ടു 5 എന്താകും? നമുക്കറിയാം n ഇൻറ്റു എക്സ് റേസ് ടു n-1 ആണ്. അപ്പോൾ എന്ത് വരും? n-ന് പകരം ഇവിടെ എന്താണ്? 5 ഉണ്ട്. 5 ഇൻറ്റു എക്സിന് പകരം ആരുണ്ട്? AX³ പ്ലസ് 5 ഉണ്ട് അല്ലേ? AX³ പ്ലസ് 5 ഉണ്ട്. അത് റേസ് ടു n-1. റേസ് ടു n-1 എന്താകും? 5-1 ഇൻറ്റു dx ഓഫ് AX³ പ്ലസ് 5. 5ൻ്റെ കേസ് നമുക്കറിയാം അല്ലേ? 5 എന്തായിട്ട് പോകും? അവിടെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതും എഴുതി ചെയ്യാം. dx ഓഫ് AX³ പ്ലസ് dx ഓഫ് 5 എഴുതാൻ വേണമെങ്കിൽ എഴുതിയിട്ട് ചെയ്യാൻ പറ്റും. ചെയ്തു വരുമ്പോൾ എന്താകും? ഇവിടെ 5AX³ പ്ലസ് 5 റേസ് ടു 4 വരും ഇൻറ്റു dx ഓഫ് AX³ എന്താകും? A കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? കോൺസ്റ്റൻ്റ് അവിടെ തന്നെ നിൽക്കട്ടെ. x³ എന്താകും? അത് 3 ഇൻറ്റു എക്സ് റേസ് ടു 3-1 എന്ത് വരും? 2 വരും. പ്ലസ് ഇവിടെ 0 വരും അല്ലേ? അപ്പം ആൻസർ എന്ത് വരും? 5AX³ പ്ലസ് 5 റേസ് ടു 4 ഇൻറ്റു 3AX² എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? മൾട്ടിപ്ലിക്കേഷനിലായതുകൊണ്ട് എന്ത് ചെയ്യാം? 3 ഇൻറ്റു 5 15 വരും അല്ലേ? 15AX² ഇൻറ്റു AX³ പ്ലസ് 5
4. ഇനി നമുക്കിനിയും ബാക്കി പറയാനുള്ള എന്താണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ തന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 അറ്റ് എക്സ് ഈക്വൽ ടു 10. എക്സ് സ്ക്വയർ മൈനസ് 2 അറ്റ് എക്സ് ഈക്വൽ ടു 10. നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഡെറിവേറ്റീവ്. നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയർ മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഡിവൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം ഫസ്റ്റ്, അല്ലേ? ഡിവൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ചിട്ട് അതിനുള്ളിലാണ് എക്സിന് എന്ത് കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്? അറ്റ് എക്സ് ഈക്വൽ ടു 10. നമ്മൾ ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ? സോ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നാൽ മതി, ഇവിടെ എക്സിൻ്റെ വാല്യൂ 10 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് മാത്രമാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇവിടെ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് 2, എക്സ് സ്ക്വയർ മൈനസ് 2 വരും. ഇതിലെ എക്സ് സ്ക്വയർ മൈനസ് 2 ഇത് നമ്മൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്, അല്ലേ? കാരണം എന്താ, 2 എണ്ണം തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 2 ചെയ്യുക. ചെയ്യുമ്പോൾ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. ഇപ്പം നമ്മൾ ചെയ്ത് നമ്മൾ ലിമിറ്റ്സ് തൊട്ട് ചെയ്തു വരികയാണ്, അല്ലേ? നമ്മൾ നേരത്തെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തൊട്ട് ചെയ്തു വരുവായതുകൊണ്ട് എന്ത് ചെയ്യാം? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം, അല്ലേ? 2x ആണ്. 2x മൈനസ് 0, അല്ലേ? ആൻസർ 2x എന്ന് തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്തായിരിക്കണം? ഡിവൈ ബൈ ഡി എക്സ് എന്തായിരിക്കണം? ഡിവൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യണം നമ്മൾ? ഇവിടെ നമ്മൾ 10 എന്നുള്ള വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പം നമുക്ക് എന്ത് വരും ആൻസർ? ഇവിടെ കിട്ടുന്ന ഡെറിവേറ്റീവിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 10 എത്തുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 20 എന്നുള്ളത്. ഓക്കെ, ഒരു പ്രോബ്ലം പറഞ്ഞിരിക്കുന്ന അതാണ്. സെയിം തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ്, അല്ലെ, വൈ ഈക്വൽ ടു എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇത് സിമ്പിളായിട്ട് ചെയ്യുക പോലും ചെയ്യാണ്ട് നമുക്ക് സിമ്പിൾ ഉത്തരം കിട്ടും, അല്ലേ? നമുക്ക് തന്നെ ചിന്തിച്ചാൽ കിട്ടും ആൻസർ. കാരണം എന്താ, ഡി വൈ ബൈ ഡി എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? 1 തന്നെയാണ്, അല്ലേ? ഡി എക്സ് ബൈ എക്സ് എന്ന് തന്നെ വരും, അല്ലേ? അപ്പോൾ അത് ആൻസർ എന്ത് വരും? 1 വരും. പിന്നെ അറ്റ് എക്സ് ഈക്വൽ ടു 1ലും എന്ത് തന്നെ വരും? വൈ എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും വരുന്നത്, അല്ലേ? ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുന്നത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? നമുക്ക് കിട്ടുന്ന ആൻസർ 1 തന്നെയായിരിക്കും. നമുക്ക് എക്സ് 1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. കാരണം എന്താ, നമുക്കൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ലിമിറ്റ് അല്ലെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടെ പക്ഷേ അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ലിമിറ്റ് കാര്യങ്ങളൊന്നുമില്ല, അല്ലേ? ആകെയുള്ള എന്താ, വൈ ഈക്വൽ ടു എക്സ് ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞു, എടുത്തു. അവിടെ കിട്ടിയ ആൻസർ തന്നെ 1 ആണ്. പിന്നെ നമ്മൾ എന്തിലും അപ്ലൈ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. സോ അതായിരിക്കും ആൻസർ വരിക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 99x അറ്റ് എക്സ് ഈക്വൽ ടു 100. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എത്ര വരണ്ടേ? 99x അറ്റ് എക്സ് ഈക്വൽ ടു 100. ഇതെങ്ങനെ ആയിരിക്കും വരിക? 99x. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് കിട്ടണം. സോ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും നമുക്ക്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വരും, അല്ലേ? 99 എന്ന് പറഞ്ഞത് കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് മാറ്റി എഴുതും. പുറത്തേക്ക് മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്നായിരിക്കും വരുന്നത്. അതെന്ത് തന്നെ വരും? 99 × 1 വരും. ആൻസർ 99 എന്ന് കിട്ടും. പിന്നെ നമ്മളോട് പറഞ്ഞു അറ്റ് എക്സ് ഈക്വൽ ടു 100 എന്ന്. ഈ എക്സ് ഈക്വൽ ടു 100 പിന്നെ എങ്ങനെയാണ് കിട്ടുക? എന്തെങ്കിലും കിട്ടാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ അവിടെ? എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? അറ്റ് എക്സ് ഈക്വൽ ടു 100 ഓൾറെഡി നമ്മൾ ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ നമ്പറാണ് കിട്ടിയത്, ഒരു കോൺസ്റ്റൻറ്റ് കിട്ടി. വേരിയബിൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ 100 അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടെ വേരിയബിൾ ഒന്നും ഇല്ല. സോ നമുക്ക് ആൻസർ എന്ത് തന്നെ വരും? അറ്റ് എക്സ് ഈക്വൽ ടു 100 ആവുന്ന കേസിലും എന്ത് തന്നെ വരും? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 99 തന്നെ ആയിരിക്കും വരിക, അല്ലേ? അറ്റ് എക്സ് ഈക്വൽ ടു 100 ആകുമ്പോഴും ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 99 തന്നെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇനി നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു x³ - 27. എപ്പോൾ ചെയ്തതാ? നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? അത് നമുക്ക് വീണ്ടും നമ്മുടെ ഡെറിവേറ്റീവ്സ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ, അല്ലേ? അപ്പോൾ കിട്ടുന്ന ആൻസർ ഉണ്ട് സെയിം ആണോ എന്ന് നിങ്ങൾ എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ്, അല്ലേ? അതിന് പകരം x³ - ഡി ബൈ ഡി എക്സ് ഓഫ് 27 ചെയ്തു വരുമ്പോൾ എന്ത് വരും? x³ ചെയ്താൽ 3x² കിട്ടും,
-0. ആൻസർ 3x². നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഡെറിവേറ്റീവ്സ് ചെയ്തപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ കിട്ടിയ ആൻസറും ഇപ്പം നമുക്ക് കിട്ടുന്ന ആൻസറും സെയിം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എനിക്ക് ഇത് കിട്ടുന്ന രണ്ടും ശരിയായതുകൊണ്ട് തന്നെ അല്ല, കറക്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ സെയിം ആണെങ്കിൽ എന്താണ്, നമ്മൾ ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾ കണ്ടുവച്ച് എത്ര ആൻസർ കിട്ടിയാലും അത് തന്നെയായിരിക്കും നമുക്ക് എവിടെയും കിട്ടുക, ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ അവിടെയും നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് കുറച്ച് ഫങ്ഷൻസ്, നമ്മൾ ഓൾറെഡി പഠിച്ച കുറച്ച് ഫങ്ഷൻസ് അതിൻ്റെ കൂടെ കുറച്ചുകൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഡെറിവേറ്റീവ്സിൽ കുറേ ഇക്വേഷൻസ് വരുന്നുണ്ടല്ലോ, ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനുള്ളത്. സൈൻ എക്സിൻ്റെ പഠിച്ചു, കോസ് എക്സിൻ്റെ പഠിച്ചു, അതുപോലെ ടാൻ എക്സിൻ്റെ പഠിച്ചു. ഇപ്പം നമ്മൾ x⁻n പറഞ്ഞു, കോൺസ്റ്റൻറ്റ് വന്നാലത്തെ പറഞ്ഞു, എക്സ് വന്നാലത്തെ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ പറയാം. എന്തായിരിക്കും? d/dx ഓഫ് ഒരു കോൺസ്റ്റൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. d/dx ഓഫ് എക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് 0 ആയിരിക്കും, എക്സ് വന്നാൽ 1 ആയിരിക്കും. d/dx ഓഫ് x⁻n വന്നിട്ടുണ്ടെങ്കിൽ n × x⁻n−1 ആയിരിക്കും. അത്ര വരെ പറഞ്ഞ് നിർത്തി. പിന്നെ നമ്മൾ കണ്ടുപിടിച്ച് എന്തായിരുന്നു ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ച്? d/dx ഓഫ് സൈൻ എക്സ് കണ്ടുപിടിച്ചു അല്ലേ. സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണെന്ന് പറഞ്ഞു. d/dx ഓഫ് കോസ് എക്സ് എന്താന്ന് പറഞ്ഞു? -sin x ആണെന്ന് പറഞ്ഞു അല്ലേ. -sin x ആണെന്ന് പറഞ്ഞു. d/dx ഓഫ് ടാൻ എക്സ് കണ്ടുപിടിച്ചു. ടാൻ എക്സ് എന്തായിരുന്നു? sec²x ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി പിന്നെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? d/dx ഓഫ് e⁻x കണ്ടുപിടിച്ചു അല്ലേ. e⁻x എന്താണെന്നാ പറഞ്ഞേ? e⁻x ആണ്. ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ അല്ലേ. ഇത് ഇത്രയും നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് ലിമിറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്തും അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തും ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത പറയാൻ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യണം? d/dx ഓഫ് വേറെ ആരെയൊക്കെ പറയാം? സൈൻ പറഞ്ഞു, കോസ് പറഞ്ഞു, ടാൻ പറഞ്ഞു അല്ലേ. അടുത്ത നമുക്ക് sec⁡ പറയാം. sec⁡. d/dx ഓഫ് sec⁡ എന്ന് പറയുന്നത് sec⁡ tan x ആയിരിക്കും വരുന്നത്. d/dx ഓഫ് sec⁡ എന്ന് പറയുന്നത് sec⁡ tan x വരും. അതുപോലെ d/dx ഓഫ് cot x വരുന്നുണ്ട് അല്ലേ. d/dx ഓഫ് cot x വരുന്നുണ്ട്. -cosec x cot x -cosec x cot x വരും. d/dx ഓഫ് cosec x ആണ് -cosec x cot x വരുന്നത്. d/dx ഓഫ് cosec x ആണ് -cosec x cot x വരുന്നത്. d/dx ഓഫ് cot x എന്ന് പറയുന്നത് d/dx ഓഫ് cot x എന്ന് പറയുന്നത് -cosec²x ആണ് വരുന്നത്. -cosec²x. d/dx ഓഫ് cosec x എന്ന് പറയുന്നത് -cosec x cot x വരും. d/dx ഓഫ് cot x എന്ന് പറയുന്നത് -cosec²x വരും. ഇനി അതുപോലെ വേറെ പറയുന്നതാണ് d/dx ഓഫ് log x. d/dx ഓഫ് log x എന്ന് പറയുന്നത് എന്ത് വരും? 1/x ആയിരിക്കും ആൻസർ വരിക. d/dx ഓഫ് log x എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്ത് വരും? 1/x വരും. പിന്നെ പറയുന്നത് എന്താ? d/dx ഓഫ് √x ഉണ്ട്. നമുക്ക് റൂട്ടിൽ എന്തെങ്കിലും വാല്യൂസ് വന്നാൽ അത് വരുന്നതാണ് 1/2√x. ഇത്രയും ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ. ഇത് ഇത്രയും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ലിമിറ്റ്സും ഡെറിവേറ്റീവ്സും ഒക്കെ പഠിച്ചു വന്ന സമയത്ത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വരെ ചെയ്തു വന്നപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ബാക്കി ഇത്രയും കൂടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ. e⁻x വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്? sec⁡ ഉണ്ട്. sec⁡ എന്ത് വരും? sec⁡ tan x വരും. cosec x-ൻ്റെത് -cosec x cot x. cot x-ൻ്റെത് എന്ത് വരും? -cosec²x. ലാസ്റ്റ് log x-ൻ്റെ 1/x ആൻഡ് √x വന്നാൽ 1/2√x എന്നുമായിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇത് ഇത്രയൊക്കെ ആയിരിക്കും നമുക്ക് മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ അല്ല. ഇക്വേഷൻസ് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ്. ഈ റിസൾട്ടുകൾ വെച്ചിട്ടാണ് ഇനിയുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ മുമ്പോട്ടേക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഇനി sin x cos x എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും തരുന്നത്.
അപ്പോൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും എന്നാണ് ഉള്ളത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആണ് 5 sec x പ്ലസ് 4 cos x. 5 sec x പ്ലസ് 4 cos x. ഇപ്പം നമ്മൾ പഠിച്ചു, sec xൻ്റെ പഠിച്ചു, cos xൻ്റെ പഠിച്ചു, ഇതിൻ്റെ എല്ലാം എന്ത് പഠിച്ചിട്ടുണ്ട്, റിസൾട്ടുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് dy/dx എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നാൽ മതി, ഡയറക്റ്റ് നമ്മളെ ആൻസേഴ്സ് എല്ലാം ഒന്ന് നമുക്കറിയുന്ന കുറച്ച് റിസൾട്ടുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ കൂടെ വന്നിട്ടുള്ള എന്താ, കുറച്ച് കോൺസ്റ്റൻറ്റുകൾ ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ. ആ കുറച്ച് കോൺസ്റ്റൻറ്റുകളെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നാൽ മതി, ജസ്റ്റ് ഒന്ന് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നാൽ മതി. 5 into d/dx of sec x പ്ലസ് 4 into d/dx of cos x. ഇതിൽ നമ്മൾ പഠിച്ചു അല്ലേ, d/dx of sec x എന്താണെന്ന് പഠിച്ചു. sec x എന്താണെന്നാണ് പഠിച്ചത്, sec x tan x ആണെന്ന് പഠിച്ചു അല്ലേ. sec x എന്ന് വെച്ചാൽ sec x tan x ആണെന്ന് പഠിച്ചു. പ്ലസ് 4 into d/dx of cos x എന്താണെന്നാണ് പഠിച്ചത്. cos x എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ. cos x മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, കുറച്ച് സിംപ്ലിഫിക്കേഷൻ വരുന്നുണ്ടല്ലേ, ഒരു പ്ലസും മൈനസും കൂടെ വന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യുക. 5 sec x tan x മൈനസ് 4 sin x എന്നാകും അല്ലേ. പ്ലസും മൈനസും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ടായിരിക്കും വരിക, മൈനസ് ആയിട്ടായിരിക്കും വരിക അല്ലേ. 5 sec x tan x എന്ന് പറയുന്നത് മൈനസ് 4 sin x എന്നായിരിക്കും വരുന്നത്. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ മാത്രം അപ്ലൈ ചെയ്തു. അതിലെന്ത് വന്നു, കുറച്ച് കോൺസ്റ്റൻറ്റുകൾ വന്നു. ആ കോൺസ്റ്റൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്തു, സൈൻ വേരിയേഷൻ വന്നു, സൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി. ഇത്രയും മാത്രമാണ്, ഒരു കുഞ്ഞു പ്രോബ്ലമാണ് വരുന്നത്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 3 cot x പ്ലസ് 5 cosec x. 3 cot x പ്ലസ് 5 cosec x. 3 cos x പ്ലസ് 5 cosec x. ഇതെന്താണ്, y ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്ക് വേണ്ടത് dy/dx. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം കണ്ടുപിടിക്കേണ്ടത്, dy/dx ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, കോൺസ്റ്റൻ്റ് എടുത്ത് എഴുതാം. ഇൻറ്റു d/dx ഓഫ് cot x. d/dx ഓഫ് cot x പ്ലസ് 5 ഇൻറ്റു d/dx ഓഫ് cosec x അല്ലേ. cot xൻ്റെ അറിയാം, cosec xൻ്റെ അറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. d/dx ഓഫ് cot x എന്ത് വരും, d/dx ഓഫ് cot x എന്ന് പറഞ്ഞാൽ മൈനസ് cosec സ്ക്വയർ x ആണ് വരുന്നത് അല്ലേ. മൈനസ് cosec സ്ക്വയർ x കിട്ടും. പ്ലസ് 5 ഇൻറ്റു d/dx ഓഫ് cosec x എന്ത് കിട്ടും, cosec x ആകുമ്പോഴത്തേക്കും മൈനസ് cosec x cot x എന്നാകും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. കാരണം എന്തുണ്ട്, മൈനസ് അല്ലെ, പ്ലസ് മൈനസ് ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും, മൈനസ് 3 cosec സ്ക്വയർ x മൈനസ് 5 cosec x cot x അല്ലേ. ഇതായിരിക്കും ആൻസർ വരുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് എളുപ്പമുള്ളൊരു പ്രോബ്ലം തന്നെയാണ് ഇതും വരുന്നത് അല്ലേ. 3 ഇൻറ്റു d/dx ഓഫ് cot x എന്ന് പറയുന്നത് 3 ഇൻറ്റു d/dx ഓഫ് cot xൻ്റെ വാല്യൂ മൈനസ് cosec സ്ക്വയർ x കിട്ടി. അതുപോലെ cosec xൻ്റെ വാല്യൂ മൈനസ് cosec x cot x നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ജസ്റ്റ് സൈൻ എന്നുള്ളത് റീഅറേഞ്ച് ചെയ്തു എഴുതി. ഇത്രയും മാത്രമാണ് വരുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം ആണ് 5 sin x മൈനസ് 5 sin x മൈനസ് 6 cos x പ്ലസ് 7. y എന്ന് പറയുന്നത് 5 sin x മൈനസ് 6 cos x പ്ലസ് 7. ഇതിൽ സിമ്പിളായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ 7 എന്തായിരിക്കും ആൻസർ വരിക. ഡെറിവേറ്റീവ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാൻ പോവുക അല്ലെ. ഇത്ര നേരം 2 ഫംഗ്ഷൻ എഴുതിയത് പറഞ്ഞു, ഇനി ഒരു പ്ലസ് 7 ഒരു മൂന്നാമതൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് വന്നാലും എന്ത് ചെയ്താൽ മതി, പ്ലസ് വാല്യൂസ് ഇട്ട് നമ്മൾ ആൻസേഴ്സ് എഴുതി പോയിട്ടുണ്ടായിരുന്നാൽ മതി. ഇവിടെ നമുക്ക് 7ൻ്റെ ആൻസർ എന്തായിരിക്കും നമുക്ക് ഓൾറെഡി പറയാൻ പറ്റും അല്ലേ. അത് 0 ആയിട്ടാണ് പോകുന്നത്. 5 ഇൻറ്റു d/dx ഓഫ് സൈൻ എക്സ് മൈനസ് 6 ഇൻറ്റു d/dx ഓഫ് കോസ് എക്സ് പ്ലസ് d/dx ഓഫ് 7.
അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് ആൻസർ വരുമ്പോൾ എന്ത് വരും? 5 കോൺസ്റ്റൻ്റ് എടുത്ത് എഴുതി. സൈൻ എക്സ് എന്താകും വാല്യൂ? സൈൻ എക്സിൻ്റെ വാല്യൂ കോസ് എക്സ് ആയിരിക്കും വരുന്നത്. മൈനസ് 6 ഇൻറ്റു കോസ് എക്സ് എന്താകും? മൈനസ് സൈൻ എക്സ് പ്ലസ് 0. ഇതെന്താകും? 5 കോസ് എക്സ് പ്ലസ് ഈ 2 മൈനസ് വരുമ്പോഴത്തേക്ക് അതെന്താകും? പ്ലസ് ആയിട്ടായിരിക്കും വരുന്നത്. പ്ലസ് 6 സൈൻ എക്സ്. ഇതായിരിക്കും ആൻസർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? 2 tan x y ഈക്വൽ ടു 2 tan x മൈനസ് 7 sec x. 7 sec x ഇതെന്തായിരിക്കും വരുന്നത്? സെയിം തന്നെ ഇത്ര നേരം ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ അറിയാം, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നാൽ മതി. 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് അറിയാവുന്ന ഉത്തരവാണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് 7 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ്. ഇതിൻ്റെ എല്ലാം സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടാൻ എക്സിൻ്റേത് എന്ത് വരും? sec സ്ക്വയർ എക്സ് വരും. സീക്ക് എക്സിൻ്റേത് sec x ടാൻ എക്സ്. 7 sec x ടാൻ എക്സ്. ഇവിടെ നമുക്ക് ഈ 2 സീക്ക് വന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെയുള്ളത് ഒരു 6 സ്ക്വയർ എക്സ് ആണ്, അത് 2 sec സ്ക്വയർ എക്സും. ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? sec x ടാൻ എക്സ് എന്ന് പറയുന്ന ഒരൊറ്റ ഫംഗ്ഷനുമാണ് വരുന്നത്. ഇടയ്ക്കൊരു മൈനസ് വന്നിട്ടുള്ളത് കൊണ്ട് അതിനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മൈനസ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തായിരുന്നു? സീക്ക് ക്യൂബ് എന്നൊക്കെ ആക്കായിരുന്നു. പക്ഷെ ഇവിടെ മൈനസ് വാല്യൂസ് ഇടയ്ക്ക് വന്നിട്ടുള്ളത് കൊണ്ട് എന്താണ്? നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ നമ്മൾ എഴുതണം. അതിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇനി അടുത്ത പറയാൻ പോകുന്നത് നമുക്ക് ഡെറിവേറ്റീവ്സ് ഓൾമോസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ? എങ്ങനെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് പഠിച്ചു. ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ പ്ലസ് മൈനസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പഠിച്ചല്ലേ? ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ എന്തായിരുന്നു? പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഒക്കെ. അതെന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തു, ഡെറിവേറ്റീവ് എഴുതി, ആൻസർ കണ്ടുപിടിച്ചു അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഇത്ര നേരം ചെയ്തു പോയിക്കൊണ്ടിരുന്നത്? ഇപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് ചെയ്തത്? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി അല്ലേ? സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് ആൻസർ കണ്ടുപിടിച്ചു, റീഅറേഞ്ച് ചെയ്തു, പ്ലസ് മൈനസ് ഒക്കെ. അത്ര മാത്രമേ നമ്മൾ ചെയ്തു പോയിട്ടുള്ളൂ. പക്ഷേ ഇനി വരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്ലസ് മൈനസ് കഴിഞ്ഞു ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുമ്പോൾ എന്ത് ചെയ്യാന്നുള്ളതാണ്. അതിൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂളാണ് യൂസ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് റൂൾ എന്നാണ് അതിന് പറയുന്നത്. പ്രോഡക്റ്റ് റൂള്. ഇത് പ്രോഡക്റ്റ് റൂൾ പഠിക്കാൻ പോകുന്നത് എവിടെയാണ്? ഡിഫറൻസിയേഷനിലെ പ്രോഡക്റ്റ് റൂളാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെന്ത് വരും? തരുന്നത് 2 ഫങ്ഷൻസ് ഉണ്ടാകും അല്ലേ? 2 ഫങ്ഷൻസ് യു ആൻഡ് വി ആന്നിരിക്കട്ടെ. യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും. ഇപ്പം നമ്മൾ പറഞ്ഞതല്ല എന്തായിരുന്നു? ഇപ്പോൾ ഒരിടത്ത് sec x എടുത്തു, അടുത്തത് പ്ലസ് sec x tan x എന്നൊക്കെ ഉള്ളതായിരുന്നു നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പറയാൻ പോകുന്നത് യുവും വിയും 2 ഫങ്ഷൻസ്. ഈ 2 ഫങ്ഷൻസ് എങ്ങനെയായിരിക്കും വരുന്നത്? ഒരു ഫംഗ്ഷൻ ഇൻറ്റു അടുത്ത ഫങ്ഷൻസ് ആണ്. ഇത്ര നേരം തന്നതൊക്കെ യു പ്ലസ് വി അല്ലെ യു മൈനസ് വി ഫോംസിലാണ്. ഇനി വരുന്നത് 2 ഫങ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് ആ പ്രോഡക്റ്റ് റൂൾ എന്നുള്ളത് പറയുന്നത്. ബാക്കി നമുക്ക് പറയാം. യു ഇൻറ്റു വി എന്ന് പറയുന്ന 2 ഫങ്ഷൻസ് ആയിരിക്കും. ആ ഫങ്ഷൻസിൽ യു എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും വി എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണോ അത് അതുപോലെ എടുത്തെഴുതുക. മൾട്ടിപ്ലൈഡ് ഏത് ചെയ്യണം? സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഏതാണോ ഫംഗ്ഷൻ തന്നിട്ടുള്ളത് അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കണം. നമുക്കറിയാം ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. പ്ലസ് അത് കഴിഞ്ഞിട്ടുള്ള സൈൻ ഏതാണ്? പ്ലസ് ആണ്. അതൊരിക്കലും മാറിപ്പോവരുത്. നമ്മൾ പ്രോഡക്റ്റ് റൂൾ ചെയ്യുമ്പോൾ വരുന്ന സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും.
പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ത് ചെയ്യുക, അതുപോലെ എടുത്തെഴുതിയിട്ട് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അതായിരിക്കും നമുക്ക് വരുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി ഇത് നമ്മൾ പറയുകയാണെങ്കിൽ യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഡെറിവേറ്റീവിന് ഡാഷാണ് കൊടുത്തല്ലേ, യു ഇൻറ്റു വി ഡാഷ്. എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തേ? നമ്മൾ എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്തത്. വി ഡാഷ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്, എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് എന്നുള്ളതാണ് ഡാഷ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് വന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ബാക്കി പറയാമല്ലോ. ഇനി എന്തായിരിക്കും വരുന്നത്, അടുത്തൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് തരുന്നത്, നമുക്ക് തന്ന ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്നിരിക്കട്ടെ. രണ്ട് ഫംഗ്ഷൻസ്, രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആണ് വരുന്നത്. വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. അപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യാൻ പോണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ത് തന്നെ എടുത്തെഴുതുക, സൈൻ എക്സ് എടുത്തെഴുതുക. ഫസ്റ്റ് അതിന് മുന്നേ നമുക്ക് എഴുതാം യു എന്താണ് വി എന്താണെന്ന് എഴുതാം. യു എന്താണ്, സൈൻ എക്സ് ആണ് അല്ലേ. സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സ് ആണ്. നമുക്ക് വേണ്ടത് യു ഡാഷും വി ഡാഷും കൂടെ വേണം അല്ലേ. യു ഡാഷ് എന്ത് വരും, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്, അതെന്ത് വരും, കോസ് എക്സ് വരും. ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സും വരും എന്ന് നമുക്കറിയാം. ഇത് ഇത്ര എഴുതി വെക്കുക. ഇത് ഇത്ര എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഈ ഒരു ഇക്വേഷനകത്തേക്ക് അല്ലേ. അതെന്ത് ചെയ്യണം, അപ്പം നമ്മൾ എഴുതി വെക്കുക യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്. ഇക്വേഷനും എഴുതി. ഇനി ഇതിൽ യു എന്താണ്, വി എന്താണ്, യു ഡാഷ് എന്താണ്, വി ഡാഷ് എന്താണെന്നെല്ലാം നമുക്കറിയാം. സോ എന്ത് ചെയ്യുക, ഡയറക്റ്റ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സൈൻ എക്സ് ഇൻറ്റു എന്ത് വരും, വി ഡാഷ് എന്ത് വരും, കോസ് എക്സ് അല്ലേ. സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, യു ആണ്. അപ്പോൾ ഇനി എന്താ വേണ്ടേ, വി ഡാഷ് ആണ് വേണ്ടത്. വി ഡാഷ് എന്താണ്, മൈനസ് സൈൻ എക്സ് പ്ലസ്, ഇനി ആരെ വേണം, വി ആവശ്യമുണ്ടല്ലേ. വി എന്താണ്, കോസ് എക്സ് ഇൻറ്റു യു ഡാഷ്. യു ഡാഷും എന്ത് തന്നെ, കോസ് എക്സ് തന്നെയാണ്. അപ്പോൾ എന്ത് വരും ഇവിടെ, മൈനസ് സൈൻ സ്ക്വയർ എക്സ് അല്ലേ. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്താണ്, സൈൻ സ്ക്വയർ എക്സ് ആണ്. പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വരും അല്ലേ. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് വരും. അപ്പോൾ അതിനെ മാറ്റി എഴുതിയാൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. അതിനെ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെ മാറ്റി എഴുതാം, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് എന്ന് എഴുതാം അല്ലേ. 2 സൈൻ എന്ന് എഴുതാം അല്ലേ. 2 സൈൻ അല്ലല്ലോ, സോറി, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, 2 കോസ് എക്സ് എന്ന് എഴുതാം അല്ലേ. കോസ് 2x, 2 ഇല്ല, സോറി, കോസ് 2x. കോസ് 2x മാത്രമാണ് വരുന്നത്. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് 2x എന്ന് എഴുതാം അല്ലേ. കോസ് 2xൻ്റെ വേറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 അല്ലേ, 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും പഠിച്ചിട്ടുണ്ട് ഫംഗ്ഷൻസ്. അതുപോലെ ഒരെണ്ണം നമ്മൾ ട്രിഗ്നോമെട്രി പഠിക്കുന്നതാണ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് കോസ് 2x ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും, ഇതായിരിക്കും ആൻസർ വരുന്നത്. ചിലർ ഈ ഒരു ഫംഗ്ഷൻ അറിയാണ്ട് വരുമ്പോൾ നമ്മൾ എവിടെ വരെ എഴുതി നിർത്തും, ഈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് വരെ എഴുതി വെക്കും. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ഷീറ്റ് ഉണ്ടാകുമല്ലേ അവരുടെ കയ്യിൽ, അതിൽ കിടക്കുന്ന ആൻസർ കോസ് 2x ആണെങ്കിൽ ഇത് ഇത്രയും എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. നമുക്ക് എന്ത് തന്നെ ആവശ്യമുണ്ട്, ആ കോസ് 2x തന്നെ എഴുതി നിർത്തണം. സോ എന്ത് ചെയ്യണം, അത്യാവശ്യം നമ്മൾ ഡെറിവേറ്റീവ്സ് പഠിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം കുറച്ച് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ഓൾറെഡി നിങ്ങൾ ട്രിഗ്നോമെട്രി ഒക്കെ പഠിക്കുന്നുണ്ട്. സോ ആ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കൂടെ കുറച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം, നമ്മൾ അതുകൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴാണ് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ചെയ്യുമ്പോൾ എന്ത് വന്നു, നമ്മൾ ഫസ്റ്റ് യു എന്താണ് വി എന്താണെന്ന് എഴുതി, യു ഡാഷ് വി ഡാഷ് എടുത്തെഴുതി. ഇനി അതെന്ത് ചെയ്തു, ഡയറക്റ്റ് ഇക്വേഷൻ എഴുതി, ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു.
ഫസ്റ്റ് ഓർത്ത് വെക്കുന്നത് പ്രൊഡക്റ്റ് റൂൾ എന്താണെന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് വെച്ചാൽ രണ്ട് ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ്സും വേണം, ആ ഫംഗ്ഷൻസും വേണം, ആ ഫംഗ്ഷൻ അതുപോലെയും ഡെറിവേറ്റീവും. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, യുവും വിയും കൂടെ ഒരുമിച്ച് എവിടെ വരുന്നില്ല, ഒരുമിച്ച് വരുന്നില്ല. പകരം ആരാ വരുന്നത്, യു ഇൻറ്റു വി ഡാഷാണ് വരുന്നത്. ഒരു ഫംഗ്ഷൻ എടുക്കുമ്പം കൂടെ വരുന്ന ആരായിരിക്കും, മറ്റേ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. പ്ലസ് അടുത്തത് ഇതായിരിക്കും നമുക്ക് ചെയ്തു വരുന്നത്. അപ്പോൾ എന്ത് വരും, സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് വന്നപ്പോൾ അത് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആയി, കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ആയി, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എന്ന് കിട്ടിയപ്പോഴത്തേക്കും അതെന്തായി, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ടിലെത്തി, കോസ് 2x എന്നുള്ള ആൻസറിലും ചെന്ന് നമ്മൾ. ഓക്കെ, ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിച്ചൊക്കെ ഓക്കെ ആവുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പ്രോഡക്റ്റ് റൂളിൻ്റെ കുറച്ച് പ്രോബ്ലംസും ചെയ്യാനുണ്ട്. അടുത്ത ഇനി ക്വസ്റ്റ്യൻ റൂളും കൂടെ പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക്